ഒരു വിവാഹ വീട്, വരന്റെ ഘോഷയാത്ര പുറപ്പെടുന്ന സമയം, മുഴുവൻ ഗ്രാമവും ഉത്സവ അന്തരീക്ഷത്തിൽ. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ ആ സന്തോഷത്തിനിടയിൽ ഒരു അപ്രതീക്ഷിതമായ സംഭവം നടന്നു. ഘോഷയാത്ര പോയ വഴിയിൽ നിന്ന് തന്നെ തിരികെ മടങ്ങേണ്ടി വരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആഘോഷം ദുഃഖമായി മാറുന്നു. ചിരിയാൽ നിറഞ്ഞിരുന്ന ആ വീട് കരച്ചിലിന്റെ ശബ്ദത്തിൽ മുങ്ങുന്നു. ഇതൊരു സാധാരണ കേസ് ആയിരുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു കുടുംബത്തിൽ നടന്നുകൊണ്ടിരുന്ന പല മറഞ്ഞ സംഭവങ്ങളുടെ പാളികൾ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ പുറത്തു വരാൻ പോവുകയാണ്. ഈ ഒരു കേസ് പുറത്തു വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോണിപത് ഫാമിലിയെ കുറിച്ചാണ്. ഈ ഒരു സംഭവത്തിന്റെ തുടക്കം ഹരിയാനയിലെ പാനിപ്പത്ത് ജില്ലയിൽ ഇസ്രാന ബ്ലോക്കിലുള്ള നൌൽത്ത എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഇവിടെയാണ് വിവാഹം നടന്നിരുന്ന വീടുള്ളത്. വീട്ടിലെ ഉടമയുടെ പേര് സത്പാൽജി. അവരുടെ വീട്ടിൽ 2 വിവാഹങ്ങൾ നടക്കാനുണ്ട്. നവംബർ 30 മകളുടെ വിവാഹം, ഡിസംബർ 1 മകന്റെ വിവാഹം. വലിയ ബന്ധുക്കളുള്ള കുടുംബമായതിനാൽ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപേ അനവധി അതിഥികൾ അവിടെ എത്തി. അവരിൽ ഒരാളാണ് പാൽസിംഗ് ജി. സോണിപത്തിലെ വെസ്റ്റ് രാംനഗർ സ്വദേശിയും ഹരിയാന പോലീസിലെ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമാണ്. നവംബർ 30 അദ്ദേഹത്തിന്റെ കുടുംബം വിവാഹ വീട്ടിലെത്തി. ഭാര്യ ഓമതി, മകൻ സന്ദീപ്, മരുമകൾ രാഖി, ഒരു 6 വയസ്സുള്ള കൊച്ചുമകൾ വിധി, 1 വയസ്സുള്ള കൊച്ചുമകൻ ദിവ്യ. അങ്ങനെ ഡിസംബർ മാസം 1 ഉച്ചയ്ക്ക് ഏകദേശം 1:30 വരന്റെ ഘോഷയാത്ര പുറപ്പെട്ടു. ദൂരം കുറവായതിനാൽ വേഗത്തിൽ യാത്ര തുടങ്ങി. ചില വയോധിക സ്ത്രീകൾ പാട്ടുപാടി എല്ലാവരെയും യാത്രയാക്കി. അല്പം ദൂരം വരെ പോയി അവർ തിരികെ വന്നു. പാൽസിംഗ് ജിയും മകൻ സന്ദീപും ഘോഷയാത്രയ്ക്കൊപ്പം പോയിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെ വീട്ടിലൊരു പതിവ് ചടങ്ങ് നടക്കുന്നു. കുട്ടികൾക്ക് പണം, മിഠായി, ചെറിയ സമ്മാനങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ്. ഇപ്പോ ഓമതി കൊച്ചുമകൾ വിധിയെ വിളിച്ചു. വാ വിധി, വന്ന് നിന്റെ സമ്മാനം വാങ്ങൂ എന്ന്. പക്ഷെ വിധി അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയായ രാഖി ഇളയ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുഴുവൻ ഗ്രൗണ്ട് ഫ്ലോറും തിരഞ്ഞു. എവിടെയും വിധിയെ കണ്ടില്ല. ആദ്യം എല്ലാവരും കരുതിയത് അവൾക്ക് പുതിയ കൂട്ടുകാർ കിട്ടിയല്ലോ, അവരോടൊപ്പം കളിക്കുകയായിരിക്കുമെന്ന്. പിന്നീട് മറ്റു കുട്ടികളോടും ചോദിച്ചു. കൂടുതൽ ആളുകൾ തിരച്ചിൽ തുടങ്ങി. ഘോഷയാത്രയ്ക്കൊപ്പം പോയിരിക്കുമോ എന്ന സംശയത്തിൽ ഓമതിജി ഭർത്താവായ പാൽസിംഗിനെ വിളിച്ചു. അവരോടൊപ്പം പക്ഷെ വിധിയില്ലായിരുന്നു. അച്ഛനായ സന്ദീപിനെ വിളിച്ചു. അവന്റെ കൂടെയും വിധിയില്ല. ഇതറിഞ്ഞതോടെ ഘോഷയാത്ര ഏകദേശം 5-6 കിലോമീറ്റർ പോയ ശേഷം തിരികെ വന്നു. ഓരോ വാഹനത്തിലും ഫോൺ ചെയ്ത് ചോദിച്ചു, വിധി നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന്. പാൽസിംഗ്, സന്ദീപ്, നവീൻ അടക്കം ചില ബന്ധുക്കൾ വീട്ടിലെത്തി തിരച്ചിൽ നടത്തി. 2 നിലയുള്ള വലിയ വീടാണ്. ഓരോ മുറികളിലും മുകളിലത്തെ നിലയിലും ടെറസും എല്ലാം പരിശോധിച്ചു. എന്നാൽ വിധിയെ കണ്ടെത്താനായില്ല. അതിനിടയിൽ ഒരു കുട്ടി പറഞ്ഞു, വിധി പടി കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടുവെന്ന്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിൽ തിരച്ചിൽ ശക്തമാക്കി. തിരച്ചിൽ തുടരുന്നതിനിടയിൽ ചില ബന്ധുക്കളുടെ ശ്രദ്ധ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു മുറിയിലേക്ക് പോയി. അതൊരു സ്റ്റോർ റൂം ആയിരുന്നു. മുറിയുടെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരുന്നു. ആദ്യം ആരും അത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. സ്റ്റോർ റൂം അല്ലേ, അവിടെ ആരുണ്ടാകാനും സാധ്യതയില്ല എന്നെല്ലാവരും കരുതി. പക്ഷെ വിധിയെ എവിടെയും കണ്ടെത്താനായില്ല. അവസാനം ആ സ്റ്റോർ റൂം പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ വാതിൽ തുറന്നതും ആളുകൾ അകത്തേക്ക് കയറി. അകത്ത് കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ സെക്കൻഡ് തന്നെ എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട ഉടൻ തന്നെ പാൽസിംഗ് ഓടിയെത്തി. മുറിക്കുള്ളിൽ ഒരു വെള്ളം നിറച്ച ഒരു ചരുവം. അതിൽ വിധി തലകീഴായി കിടക്കുകയാണ്. തല ആ ഡബിനുള്ളിലും മുഴുവൻ ശരീരം പുറത്തു നിരത്തും. ആ കാഴ്ച എല്ലാവരെയും ഭയപ്പെടുത്തി. ഉടൻ തന്നെ കുട്ടിയെ പുറത്തേക്കെടുത്തു. എന്നാൽ അവൾക്ക് ശ്വാസം ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ അടുത്തുള്ള NC മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ച ഉടൻ പറഞ്ഞത് കുഞ്ഞിതിനകം മരിച്ചുവെന്ന്. മൂക്കും വായും എല്ലാം വെള്ളം നിറഞ്ഞ നിലയിൽ. അല്പസമയം മുൻപ് ഘോഷയാത്ര പുറപ്പെട്ട അതേ വീട്ടിൽ ഒരു വലിയ ദുരന്തം. വീട് മുഴുവനും കരച്ചിലും നിലവിളിയും. ആദ്യഘട്ടത്തിൽ പലരും പറഞ്ഞു കളിക്കിടെ വെള്ളത്തിലേക്ക് വീണതാകാമെന്ന്. പക്ഷേ പാൽസിംഗ്, അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഇതൊരിക്കലും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന് ഇതൊരു അപകടമായി തോന്നിയില്ല. കാരണം ആ ഡബിന്റെ ഉയരം ഏകദേശം 1-1.5 അടി മാത്രം. വെള്ളം ഏകദേശം 1 അടി. വിധിക്ക് 6 വയസ്സാണ്. ഉയരം ഏകദേശം 3.5-4 അടി ഉണ്ട്. അവൾക്കിതിൽ വീണാൽ പോലും വളരെ എളുപ്പത്തിൽ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ സാധിക്കും. അവളെ കണ്ട അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എളുപ്പത്തിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കൂടാതെ സ്റ്റോർ റൂമിൽ വെള്ളം ചിതറിക്കിടക്കുന്നുണ്ട്.
വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. ഇത് വളരെ നിർണായകമായ ഒരു തെളിവാണ്. വിധി അകത്ത് മരിച്ചു കിടക്കുമ്പോൾ ആരാണ് പുറമെ വാതിൽ പൂട്ടിയത്? അത് അടച്ചത് ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്ന ആരോ ഒരാളാണ്. ഇങ്ങനെ പാൽസിംഗിന്റെ മനസ്സിൽ ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നു. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി. പാൽസിംഗ് തന്റെ സംശയങ്ങളും കണ്ട കാര്യങ്ങളും എല്ലാം വ്യക്തമായി വിശദീകരിച്ചു. ഇതൊരു ചെറിയ കേസ് അല്ല എന്ന് പോലീസിന് വ്യക്തമായി. ആദ്യഘട്ട അന്വേഷണത്തിൽ പോലീസും ശ്രദ്ധിച്ചത് ആ ചരുവം ചെറുതാണ്, കുട്ടിയുടെ ഉയരവുമായി പൊരുത്തപ്പെടുന്നേയില്ല. അതിനാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അന്വേഷണം ആരംഭിച്ചു. ഡിസംബർ മാസം 2-ന് DSPയുടെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് ടീമും സംഭവ സ്ഥലത്തെത്തി. സ്റ്റോർ റൂം വിശദമായി പരിശോധിച്ചു, ഫോട്ടോസ് എടുത്തു. ആദ്യം ആ മുറിയിൽ കയറിയത് ആരാണ്, അവരെന്താണ് കണ്ടത്, ഒന്നും വിട്ടുപോയില്ല. കുടുംബത്തിന് ആരെങ്കിലും വൈരാഗ്യമുണ്ടോ, വിവാഹ സമയത്ത് എന്തെങ്കിലും തർക്കമുണ്ടായോ, എല്ലാ കോണിലും പോലീസ് പരിശോധിച്ചു. കൂടെ മറ്റൊരു അസാധാരണ കാര്യം ഉണ്ടായിരുന്നു. സ്റ്റോർ റൂമിൽ ആ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ചരുവം. സാധാരണ ഇത്തരം പാത്രങ്ങൾ ബാത്റൂമിനുള്ളിലാണ് ഉണ്ടാകാറ്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത്, ഡിസംബർ മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് അവൻ ഇതേ ചരുവത്തിൽ ബാത്റൂമിൽ കുളിച്ചിരുന്നു. പക്ഷെ ആ പാത്രം ഇപ്പോൾ ബാത്റൂമിൽ നിന്നും സ്റ്റോർ റൂമിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ല എന്നും പറഞ്ഞു. ആരെങ്കിലും ആ ചരുവം കൊണ്ടുപോകുന്നതോ വെള്ളം നിറയ്ക്കുന്നതോ ആരും കണ്ടില്ല. വീട്ടിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. പോലീസ് ഫൂട്ടേജ് എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. പോലീസ് ചിന്തിച്ചത്, ഘോഷയാത്രയ്ക്കായി എല്ലാവരും പുറത്തുപോയ ആ സമയത്തായിരിക്കണം ഇത് നടന്നത്. ആ സമയത്ത് വീട്ടിൽ വിധിയും അവളെ ആക്രമിച്ച ആളും മാത്രമായിരുന്നു. വിധിയുടെ അമ്മാമ്മയായ ഓമതി പറയുന്ന അനുസരിച്ച് വിധി വളരെ ബുദ്ധിമതിയായ കുട്ടിയായിരുന്നു. പഠനത്തിൽ മുന്നിൽ. ദിവസേന അവളെ സ്കൂളിൽ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവരുന്നതും എല്ലാം പാൽസിംഗ് ആയിരുന്നു. പോലീസ് വീട്ടിലുണ്ടായിരുന്ന എല്ലാവരോടും വേർതിരിച്ച് സംസാരിച്ചു. എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി. ഒരു കാര്യത്തിൽ പോലീസിന് ഉറപ്പുണ്ടായിരുന്നു, വിധിയെ ആരെങ്കിലും ബലമായി കൊണ്ടുപോയിരുന്നെങ്കിൽ അവൾ ഉറപ്പായും നിലവിളിക്കുമായിരുന്നു. ഇവിടെ ഒരു കുട്ടി പറഞ്ഞ മൊഴി വളരെ പ്രധാനമായിരുന്നു. അവൻ പറഞ്ഞത്, വിധി മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന്. സമയക്രമം കണക്കിലെടുക്കുമ്പോൾ അതായിരുന്നു അവളെ അവസാനമായി കണ്ട സമയം. ഇവിടെയാണ് അന്വേഷണം കൂടുതൽ ഭീതിയിലേക്ക് പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ കുടുംബത്തിൽ ഇത് ആദ്യമായല്ല, ഇത് 4ാമത്തെ സംഭവമാണ്. സന്ദീപിന്റെ സഹോദരൻ നവീൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഓമതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നവീൻ അവളുടെ സഹോദരിയുടെ മകനാണ്. അവന്റെ വീട് സോണിപ്പത്തിലെ ഗോഹാനയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. നവീന്റെ വിവാഹം പൂനം എന്നൊരു സ്ത്രീയുമായി നടന്നു. പൂനം പാനിപ്പട്ടിലെ തന്നെ ഒരു സ്വദേശിനിയാണ്. 2019-ൽ നവീനും പൂനവും വിവാഹിതരായി. 1 വർഷത്തിന് ശേഷം അവർക്കൊരു മകൻ ജനിച്ചു. പേര് ശുഭം. നവീൻ ഗോഹാനയിൽ ഒരു വാഷിംഗ് സർവീസ് സെന്റർ നടത്തുകയാണ്. അങ്ങനെ 2023 ജനുവരി മാസം ശുഭത്തിന് അന്ന് 3 വയസ്സായിരുന്നു. ആ സമയത്താണ് നവീന്റെ സഹോദരി തന്റെ 9 വയസ്സുള്ള മകൾ ഇഷികയുമായി അവരുടെ വീട്ടിലേക്ക് വരുന്നത്. 2023 ജനുവരി മാസം 11-ന് ഒരു വീഡിയോ വൈറലായി. ആ വീഡിയോ പൂനം എടുത്ത വീഡിയോ ആണ്. ഇഷികയും ശുഭവും കിടക്കയ്ക്ക് മുകളിൽ നിന്ന് ഒരു ഹരിയാന പാട്ടിന് ഡാൻസ് കളിക്കുന്നു. പൂനം ഇഷികയ്ക്ക് ഡാൻസിന്റെ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ശുഭം അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ശുഭം പറഞ്ഞു, എനിക്ക് ക്ഷീണം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോകുന്നുവെന്ന്. പൂനം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാ ഞാൻ നിനക്ക് ഡാൻസ് പഠിപ്പിക്കാമെന്ന്. ആ വീഡിയോയിൽ എല്ലാവരും വളരെ സന്തോഷകരമായി കാണപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം ജനുവരി മാസം 12-ാം തീയതി ആ വീട്ടിലെ കുടുംബം ഒരു ആവശ്യത്തിനായി പുറത്തേക്ക് പോയി. കുട്ടികളെ കൊണ്ടുപോയില്ല. ഉച്ച കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കുട്ടികൾ വീട്ടിലില്ല. ഗ്രാമം മുഴുവനും തിരച്ചിൽ ആരംഭിച്ചു. എവിടെയും കണ്ടെത്താനായില്ല. അവസാനം ഒരു വ്യക്തി മുകളിലെ വെള്ളത്തിന്റെ ടാങ്കിലേക്ക് കയറി. അവിടെ ഇഷികയും ശുഭവും ആ വാട്ടർ ടാങ്കിനുള്ളിൽ കിടക്കുകയായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടികൾ കളിക്കിടെ മുകളിലേക്ക് പോയതാകാം. ശുഭം ടാങ്കിൽ വീണു. ഇഷിക രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവളും വീണു. കുടുംബം ഇതൊരു ദുർഭാഗ്യമായി സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ അന്ത്യകർമ്മങ്ങൾ നടത്തി. ഇതിനുശേഷം ആ വീട്ടിൽ ആർക്കും സന്തോഷമില്ലാത്ത ദിവസങ്ങളായിരുന്നു. പൂർണ്ണം മകനെ ഓർത്ത് പൂർണ്ണമായും തകർന്നു. എപ്പോഴും കരച്ചിൽ. ഇത് കണ്ട് ഭർത്താവായ നവീന് വല്ലാത്ത ദുഃഖം. ഭാര്യ ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് പോകുമെന്ന് അയാൾ ഭയന്നു. അതുകൊണ്ട് ചില സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്നു. ചികിത്സ തുടങ്ങി. പിന്നീട് വീണ്ടും അവർക്കൊരു മകൻ ജനിച്ചു. അവനും ശുഭം എന്ന പേര് തന്നെ കൊടുത്തു. എല്ലാവരും കരുതി ഇനി എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ പൂനത്തിന്റെ മാനസികാവസ്ഥ മെച്ചപ്പെട്ടില്ല. 2025 ഓഗസ്റ്റ് മാസം പൂനം തൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. പാനിപ്പട്ടിലെ ഒരു ഗ്രാമം. അവിടെ നിരവധി ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. പൂനത്തിന്റെ കസിനായ ദീപകിന് ഒരു 6 വയസ്സുള്ള മകളുണ്ട്. പേര് ജിയ. 2025 ഓഗസ്റ്റ് മാസം 19-ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ജിയെ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. പൂനം ഉൾപ്പെടെ എല്ലാവരും തിരയാൻ തുടങ്ങി. ആ സമയത്താണ് അടുത്ത പശുക്കൾ മേയുന്ന ഒരിടത്തേക്ക് പോയത്. അവിടെ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു ചരുവം പോലുള്ള പാത്രം. പൂനം പടിയിറങ്ങി അവിടേക്ക് നോക്കി. ജിയ ആ വെള്ളത്തിനുള്ളിൽ കിടക്കുകയാണ്.
ഉടനെ തന്നെ പൂനം നിലവിളിച്ചു. എല്ലാവരും ഓടിയെത്തി. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ജിയ ഇവിടെ എങ്ങനെ എത്തിയെന്ന്. കാരണം അത് അത്ര ഉയരത്തിലായിരുന്നു. അവൾക്ക് അവിടെ പോകാൻ സാധിക്കില്ല. പുറത്തു നിന്ന് ആരും വീട്ടിലേക്ക് കയറിയിട്ടും ഇല്ല. കാരണം വാതിലുകൾ അകത്തു നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. ഇതും ഒരു അപകടമായി കണക്കാക്കി അന്ത്യകർമ്മങ്ങൾ നടത്തി. പൂനം തന്റെ കുഞ്ഞിനൊപ്പം അമ്മയുടെ വീട്ടിൽ തന്നെ താമസിച്ചു. അടുത്ത ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഭർത്താവായ നവീന്റെ മാമന്റെ വീട്ടിലെ ഈ വിവാഹം നടക്കുന്നത്. അതുകൊണ്ട് പൂനം നേരിട്ട് ഈ വിവാഹത്തിനെത്തി. അവിടെയാണ് ഡിസംബർ മാസം 1-ന് 4ാമത്തെ സംഭവം നടക്കുന്നത്. അതായത് 6 വയസ്സുള്ള വിധിയുടെ മരണം. പോലീസും ഫോറൻസിക് ടീമും അന്വേഷണം തുടരുമ്പോൾ ഒരു നിർണായക വിവരം പുറത്തുവന്നു. ചില ബന്ധുക്കൾ പറഞ്ഞത് സംഭവ സമയത്ത് അവർ പൂനം താഴേക്ക് വരുന്നത് കണ്ടു എന്ന്. അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, കൈഭാഗം, മുൻവശം എല്ലാം നനഞ്ഞ നിലയിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ പൂനം ഒരു മറുപടി പോലും ആർക്കും നൽകിയില്ല. ചിലരോട് അവൾ പറഞ്ഞത് പാല് ദേഹത്ത് വീണു, അത് കഴുകിയെന്ന്. മറ്റുള്ളവരോട് പറഞ്ഞത് പീരീഡ്സ് ആയതാണെന്ന്. അവിടെയാണ് വ്യക്തമായ സംശയങ്ങൾ ഉയർന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു കേസ് സാധാരണ ദുരന്തത്തിൽ നിന്നും ഭീകരമായ ഒരു കുറ്റകൃത്യത്തിന്റെ നിഴലിലേക്ക് മാറുന്നത്. വിധിയുടെ പാൽസിംഗ് പറഞ്ഞതനുസരിച്ച് പൂനം നനഞ്ഞ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മറ്റൊരു കൊച്ചിനെ വിളിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ കുട്ടി വസ്ത്രങ്ങൾ കൊണ്ടുവന്നില്ല. അതിനുശേഷം പൂനം തന്നെ പോയി വസ്ത്രം മാറ്റി മറ്റൊരു വീടിന്റെ പടി കയറി മേൽക്കൂരയിലേക്ക് കയറി വസ്ത്രങ്ങൾ ഉണക്കി. കാരണം ആരും കാണരുത്, തന്നെ ചോദ്യം ചെയ്യരുത്. അടുത്തുള്ളവർ പറഞ്ഞത് പൂനം തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു. പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു, എല്ലാം റെഡിയായിരുന്നു. പക്ഷെ അവസാന സമയത്ത് സുഖമില്ല എന്നൊക്കെ പറഞ്ഞവൾ പോയില്ല എന്ന്. ഇത് കുറച്ച് വിചിത്രമായി തോന്നി. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല. പോലീസ് വീണ്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അവിടെ ഒരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടു. പൂനം ഒഴികെ മറ്റാരും മുകളിലേക്ക് പോകുന്നത് കാണുന്നില്ല. വിധി മാത്രം മുകളിലേക്ക് പോയി. അതിനുശേഷം പൂനം താഴേക്ക് വന്നു. പക്ഷെ വിധി വന്നില്ല. പോലീസ് ആദ്യം സാധാരണ രീതിയിൽ പൂനത്തെ ചോദ്യം ചെയ്തു. അവൾ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. പോലീസ് പിന്നീട് ഒരു സൈക്കോളജിക്കൽ തന്ത്രം ഉപയോഗിച്ചു. കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഒരു ടെസ്റ്റ് നടത്താനുണ്ട്. അതിലൂടെ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാൻ സാധിക്കുമെന്ന്. ടെസ്റ്റിന്റെ പേരിൽ വീണ്ടും എല്ലാവരെയും ചോദ്യം ചെയ്തു. ഇത്തവണ പൂനം അകപ്പെട്ടതുപോലെ തോന്നി. അവളുടെ മുഖത്ത് ഭയം കാണാമായിരുന്നു. വ്യത്യസ്ത മൊഴി പറയാൻ തുടങ്ങി. ഇപ്പൊ പോലീസിന് സംശയം ഉറപ്പായി. പൂനത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സത്യത്തിൽ പാൽസിംഗിന് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിലും തെളിവില്ലാത്തത് കൊണ്ടൊന്നും പറഞ്ഞില്ല. സ്റ്റേഷനിൽ ചെന്ന് പോലീസ് കഠിനമായി ചോദ്യം ചെയ്തു. CCTVയിൽ മുകളിലേക്ക് പോയത് പൂനം മാത്രം. സ്റ്റോർ റൂമിന്റെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരുന്നു. വസ്ത്രങ്ങൾ എന്തുകൊണ്ട് നനഞ്ഞു? ഘോഷയാത്രയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? ഇതിനിടെ ആളുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതിനു മുൻപ് ഇതുപോലെ 3 സംഭവങ്ങൾ ഉണ്ടായി എന്ന്. ഈ വിവരം സീനിയർ ഓഫീസർമാരുടെ കാതിലെത്തി. അവർ വീണ്ടും പൂനത്തെ തന്നെ ചോദ്യം ചെയ്തു. പൂനം ആ 3 പഴയ സംഭവങ്ങളും സമ്മതിച്ചു. കൂടാതെ ഇപ്പോഴുള്ള വിധി, അവളുടെ മരണവും സമ്മതിച്ചു. എല്ലാം താനാണ് ചെയ്തത് എന്ന്. ഇത് കണ്ട് കുടുംബവും പോലീസും എല്ലാം അതിശയിച്ചു പോയി. പാനിപ്പട്ടിലെ സേവാഗ്രാമത്തിലെ പൂനം ബാല്യകാലം മുതലേ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പഠനത്തിൽ നല്ല മികച്ചത്, ജീവിതത്തിൽ വലിയൊരു നിലയിൽ എത്തണമെന്ന ആഗ്രഹം. ആ ഗ്രാമത്തിലെ തന്നെ ദേവിലാൽ കന്യാ കോളേജിൽ BA കഴിഞ്ഞു. കുരുക്ഷേത്ര സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസ് MA ചെയ്തു. എന്നാൽ വിവാഹത്തിന് ശേഷം പൂനം ഭർത്താവായ നിവിനോട് പറഞ്ഞു തനിക്ക് കൂടുതൽ പഠിക്കണം, ടീച്ചറാകണമെന്ന്. അതിനുശേഷം പാനിപ്പട്ടിലെ സമഖയിൽ നിന്ന് B.Ed ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. ഈ സമയത്തായിരുന്നു അവളുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന ഒരു യുവാവ് മരിച്ചത്. അതിനുശേഷം പൂനത്തിന്റെ പെരുമാറ്റം മാറി. വിധിയുടെ അച്ഛനായ സന്ദീപ് പൂനത്തിന്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പൂനം പകുതി രാത്രിയിൽ എഴുന്നേറ്റ് വന്ന് വരാന്തയിൽ ഇരിക്കും, എന്തൊക്കെയോ പിറുപിറുക്കും, പെട്ടെന്ന് വാതിലടയ്ക്കും. നവീനും അയൽവാസികളും പറഞ്ഞത് ഒരുപക്ഷെ ആ മരിച്ച യുവാവിന്റെ ആത്മാവ് ഭാര്യയെ ശല്യം ചെയ്യുന്നുണ്ടാകുമെന്ന്. ചിലപ്പോഴൊക്കെ അവൾ ആ യുവാവിന്റെ ശബ്ദത്തിൽ സംസാരിക്കും. മുഖം പോലും മാറിയതായി തോന്നും. വെള്ളത്തിൽ സിന്ദൂരം കലർത്തി അതിൽ തന്നെ നോക്കി നിൽക്കും. വസ്ത്രങ്ങൾ കത്തിച്ച് അതിനെ നോക്കി നിൽക്കും. വസ്ത്രങ്ങൾ മുറിക്കുന്നൊരു പതിവും അവൾക്കുണ്ടായിരുന്നു. പിന്നീട് സാധാരണ നിലയിലാകുമ്പോൾ പൂനം പറയും, എന്നെ ആരോ നിയന്ത്രിക്കുന്നുവെന്ന്. ഇതൊക്കെ ആദ്യ സംഭവത്തിന് ശേഷമാണ് ആരംഭിച്ചത്. അതായത് ഇഷികയും ശുഭവും മരിച്ചതിന് ശേഷം. പൂനം ആരോടും സംസാരിച്ചില്ല. സ്വന്തം ലോകത്തിൽ മാത്രം ജീവിച്ചു. കുടുംബം അവൾക്കൊരു നിയന്ത്രണവും വച്ചിരുന്നില്ല. പുറത്തു പോകും, അടുത്തുള്ള സ്ത്രീകളോട് സംസാരിക്കും. പക്ഷെ പൂനം അമ്മയുടെ വീട്ടുകാരോടല്ലാതെ മറ്റാരോടും ബന്ധം പുലർത്തിയില്ല. വിവാഹത്തിന് ശേഷം അവളുടെ കൂടുതൽ സമയവും അമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തി. പൂനം കരുതിയിരുന്നത് എന്റെ കുടുംബത്തിലെ ഏറ്റവും സുന്ദരി ഞാൻ തന്നെയാണ്. ഭർത്താവിന്റെ നാട്ടിലേക്ക് പോയപ്പോഴും അതേ ധാരണ തന്നെയായിരുന്നു അവൾക്ക്. ആദ്യ മകനായി ശുഭം ജനിച്ചപ്പോൾ ചില ബന്ധുക്കൾ തമാശയ്ക്ക് പറഞ്ഞു, നിന്നെ പോലെ സുന്ദരനല്ലല്ലോ നിന്റെ മകൻ എന്ന്. ആദ്യമൊക്കെ പൂനം അത് സീരിയസ് ആയി എടുത്തില്ല.
പിന്നീട് അത് അവൾക്കൊരു അസ്വസ്ഥത പോലെ തോന്നി. മകനെ ആരെങ്കിലും സുന്ദരൻ അല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് മൂഡ് പൂർണ്ണമായും മാറും. അതുപോലെ മറ്റു കുട്ടികളെ നോക്കി നീ സുന്ദരിയാണല്ലോ എന്നൊക്കെ പുകഴ്ത്തുമ്പോൾ പൂനം അവരെ വെറുക്കാൻ തുടങ്ങി. പോലീസിന്റെ അഭിപ്രായത്തിൽ പൂനം ഒരു മാനസിക അവസ്ഥയിലേക്ക് കടക്കുകയായിരുന്നു. എന്നേക്കാൾ സുന്ദരി സുന്ദരൻ ആരും ഉണ്ടാകരുത്, ആർക്കെങ്കിലും എന്നേക്കാൾ അറ്റൻഷൻ കിട്ടിയാൽ എനിക്കത് സഹിക്കില്ല. അങ്ങനെ 2023 ജനുവരി മാസത്തിൽ പൂനത്തിന്റെ നാത്തൂൻ മകൾ ഇഷികയുമായി വീട്ടിലെത്തി. ഇഷിക ബുദ്ധിമതിയും ഡാൻസിലും പാട്ടിലും മികവുള്ള കുട്ടിയായിരുന്നു. ആര് കണ്ടാലും അവളെ പുകഴ്ത്താതിരിക്കില്ല. പൂനം കണ്ടപ്പോൾ അവൾക്ക് തോന്നി, ഇവൾ വളർന്നാൽ എന്നെക്കാൾ സുന്ദരിയാകും, എന്നെ ആരും അപ്പോൾ ശ്രദ്ധിക്കില്ല. അവിടെയാണ് പൂനം തൻ്റെ പദ്ധതി തയ്യാറാക്കിയത്. ഈ കുടുംബത്തിൽ ഏറ്റവും സുന്ദരി ഞാൻ മാത്രമാണ്. പുറത്ത് സാധാരണയായി നടിച്ചാലും അകമേ അവൾക്ക് ദുഷ്ടചിന്തകളായിരുന്നു. സംഭവത്തിന് മുൻപ് 2023 ജനുവരി മാസം 11 ഡാൻസ് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് കുടുംബം മാർക്കറ്റിലേക്ക് പോയി. പിന്നീടാണ് ഈ ഭീകര സംഭവം നടക്കുന്നത്. പൂനം തൻ്റെ അനിയത്തിയുടെ മകൾ ഇഷികയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ അതിന് പിന്നിലൊരു വലിയ ദുരന്തം ഒളിച്ചിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ജനുവരി മാസം 12 കുടുംബത്തിലെ എല്ലാവരും പുറത്തുപോയ ദിവസം വീട്ടിലുണ്ടായിരുന്നത് പൂനം, ഇഷിക, ശുഭ മാത്രമായിരുന്നു. അവസരം കിട്ടിയ പൂനം ഉച്ചയോടെ ഇഷികയെ മുകളിലുള്ള ടാങ്കിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവളെ ആ ടാങ്കിനുള്ളിലേക്ക് മുക്കി ശ്വാസം മുട്ടിച്ചു. ജീവൻ പോകുന്നതുവരെയും വെള്ളത്തിൽ തന്നെ അവൾ തല അമർത്തി പിടിച്ചിരുന്നു. ഈ സംഭവം പൂനത്തിന്റെ മകനായ ശുഭം കണ്ടു. കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ കണ്ടത് ആരോടെങ്കിലും പറയുമോ എന്ന ഭയം പൂനത്തിനുണ്ടായി. അതുകൊണ്ട് തൻ്റെ സ്വന്തം മകനെയും അതേ ടാങ്കിൽ മുക്കി തന്നെ കൊലപ്പെടുത്തി. ഒരു കല്ലിൽ 2 പക്ഷികൾ. ഒരു കാര്യം കൂടി, പൂനത്തിൻ്റെ മകൻ സുന്ദരനല്ല എന്നൊരു വികാരം അവൾക്കുണ്ടായിരുന്നു. അമ്മ ഇത്ര സുന്ദരിയാണ്, മകൻ ഇങ്ങനെ ആയാൽ ആളുകൾ എന്തു പറയും എന്ന ചിന്ത. വീട്ടിൽ അന്നത്തെ ദിവസം പൂനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൂടി ആർക്കും പൂനത്തെ സംശയം തോന്നിയില്ല. കാരണം ഈ സംഭവത്തിൽ പൂനത്തിൻ്റെ സ്വന്തം മകനും മരിച്ചു. ഒരമ്മ സ്വന്തം മകനോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. പൂനം പറഞ്ഞത് താൻ താഴെ ഉറങ്ങുകയായിരുന്നു. ശുഭം മുകളിലേക്ക് കയറി വെള്ളത്തിൽ വീണു. ഇഷിക അവനെ രക്ഷിക്കാൻ കയറി. 2 പേരും വെള്ളത്തിൽ വീണ് മരിച്ചു എന്നാണ്. പക്ഷെ അപ്പോഴും ആരും പോലീസിനെ ഇക്കാര്യം അറിയിച്ചില്ല. അങ്ങനെ 2025 ഓഗസ്റ്റ് മാസം പൂനം അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടെ അവൾ കണ്ടത് ചെറുമകൾ ജിയയെ. ഇവളും വളർന്നാൽ എന്നെക്കാൾ സുന്ദരിയാകും എന്ന് പൂനം ചിന്തിച്ചു. അതവൾക്ക് സഹിക്കാനായില്ല. ജിയയെയും വഴിയിൽ നിന്നും ഒഴിവാക്കണം എന്ന പ്ലാൻ. ആദ്യം പൂനം ജിയയുടെ ഒരു സ്നേഹം മനസ്സൊക്കെ നേടിയെടുത്തു. ചോക്ലേറ്റ്, സ്നേഹം എല്ലാം വാരിക്കോരി കൊടുത്തു. ഓഗസ്റ്റ് മാസം 18 രാത്രി ജിയയോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം ഉറങ്ങുന്ന്. ജിയയും അത് സമ്മതിച്ചു. അന്ന് രാത്രി 2 മണിയോടെ പൂനം എഴുന്നേറ്റു. ജിയയും കൂട്ടി അടുത്ത മൃഗങ്ങൾ വളർത്തുന്ന ഒരു ശാലയിലേക്ക് പോയി. അവിടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഉണ്ടാക്കിയ ഒരു വലിയ ടബ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ജിയയെ മുക്കി. അല്പസമയത്തിനുള്ളിൽ ജിയയും മരിച്ചു. പൂനം തിരികെ വന്ന് ശാന്തമായി ഉറങ്ങി. രാവിലായപ്പോൾ കുട്ടി എവിടെയെന്ന് ചോദിച്ചൊരു നാടകം അഭിനയിച്ചു. ജിയയുടെ അച്ഛന് സംശയമെല്ലാം പൂനത്തോടായിരുന്നു. കാരണം രാത്രി ജിയ ഉറങ്ങിയത് പൂനത്തോടൊപ്പമാണ്. പക്ഷെ അവിടെയും തെളിവൊന്നും ഇല്ല. പൂനത്തെ വിമർശിച്ചപ്പോഴെല്ലാം പൂനത്തിന്റെ അമ്മ എതിർത്തു. തെറ്റായ ആരോപണം നടത്തിയാൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി. അവിടെയും ആ കേസ് അങ്ങനെ അടച്ചുപൂട്ടി. പോലീസിനെ അറിയിച്ചില്ല. പിന്നീട് 2025 നവംബർ മാസം 26 പൂനം കല്യാണ വീട്ടിൽ വന്നു. അവിടെ വിധിയെ കണ്ടപ്പോൾ അതേ ചിന്ത, ഇവളും വളർന്നാൽ എന്നേക്കാൾ സുന്ദരിയാകും. അങ്ങനെ ഡിസംബർ മാസം 1 പൂനം ഉദ്ദേശപൂർവ്വം ഘോഷയാത്രയ്ക്ക് പോയില്ല. എല്ലാവരും വീട് വിട്ട ശേഷം വിധിയോട് പറഞ്ഞു, മുകളിലേക്ക് വാ, ഒരു പാത്രം എടുക്കാൻ സഹായിക്കെന്ന്. ബാത്റൂമിലെ ടബ് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി വെള്ളം നിറച്ചു. ആ വെള്ളത്തിൽ 6 വയസ്സുകാരി വിധിയെ മുക്കി. അവളുടെ ജീവിതം അവിടെ അവസാനിച്ചു. അങ്ങനെ വെള്ളം തെറിച്ചു. പൂനം നനഞ്ഞു. വാതിൽ പുറത്തുനിന്നും പൂട്ടി അവൾ താഴേക്ക് വന്നു. ചിലരത് കണ്ടു. പൂനം പിടിയിലായ ശേഷം കുടുംബം മുൻ സംഭവങ്ങളെല്ലാം ഓർത്തെടുത്തു. 2021 സന്ദീപിന്റെ സഹോദരി പൂജ മരിച്ചിരുന്നു. അവൾ MSc മാത്തമാറ്റിക്സ് പഠിച്ചൊരു